എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ടൊരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ കാര്യത്തിന് ആ വ്യക്തി നോ പറയുമോ അതോ യെസ് പറയുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ വെളുത്ത പുഷ്പം ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ആ കാര്യത്തിന് നിങ്ങൾ മനസ്സിലിപ്പോൾ ആലോചിക്കുന്ന കാര്യത്തിന് നിങ്ങളുടെ ആ വ്യക്തി നോ എന്ന് പറയുമോ അതോ യെസ് എന്ന് പറയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് നോക്കാം. വെളുത്ത പുഷ്പം പറഞ്ഞവരുടെ റീഡിങ് ആദ്യം നോക്കാം. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ സമ്മതം നൽകും. ആദ്യ ഘട്ടത്തിൽ ആ വ്യക്തി സമ്മതം നൽകും, നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകും. നിങ്ങൾക്കൊപ്പം അതിനെ അംഗീകരിച്ചുകൊണ്ട് ആ വ്യക്തി നിൽക്കുകയും ചെയ്യും. പക്ഷേ ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ആ വ്യക്തിക്ക് ഉള്ളിലുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകൾ, ആ വ്യക്തിക്ക് തള്ളിക്കളയാൻ കഴിയാത്ത കുറച്ച് ആളുകൾ, അവർ നിങ്ങളുടെ ഉദ്യമത്തെ കൃത്യമായി എതിർക്കുന്നുണ്ടായിരിക്കും. ആ വ്യക്തി വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ കാര്യം നിങ്ങൾക്ക് നടപ്പിലാക്കി തരുന്നത്. നിങ്ങളോട് എസ് എന്ന് പറയുകയും നിങ്ങൾക്ക് അതിന് പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ആ കാര്യത്തിന് നിങ്ങൾക്ക് അനുവാദം നൽകുകയോ സമ്മതം നൽകുകയോ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് അനുമതി നൽകുകയോ, ആ കാര്യത്തിൻ്റെ വ്യത്യസ്തമായ രീതി അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കാം. അങ്ങനെ ചെയ്യുന്ന ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ, അങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്തതിൻ്റെ പേരിൽ ആ വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രം ആ വ്യക്തി അത് ചെയ്യുകയും നിങ്ങൾക്കതിൻ്റെ ഒരു സപ്പോർട്ട് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ കടുത്ത വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരുപാട് ശക്തമായിട്ട് ആളുകളെ എതിർക്കേണ്ടി വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക്. അങ്ങനെ കുറേ ആളുകളെ എതിർത്തുകൊണ്ട് മാത്രമാണ് ആ വ്യക്തി നിങ്ങൾക്ക് അതിന് സമ്മതിച്ച് നൽകിയത്. ആ വ്യക്തിക്ക് ഒരുപാട് വിഷമം അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ശക്തമായ ചില ജീവിത സാഹചര്യങ്ങളിൽ കൃത്യമായ തീരുമാനം ആ വ്യക്തിക്ക് എടുക്കേണ്ടി വന്നു. ആ തീരുമാനം ആ വ്യക്തിയെ വല്ലാതെ ആ വ്യക്തിയുടെ ജീവിതത്തെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങളെ വിഷമിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒരവസരം നൽകുകയും വേണം. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അത് ആ വ്യക്തി ഒരുപാട് എതിർക്കേണ്ടി വന്നു, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ വ്യക്തി സാധിച്ച് നൽകും. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ വ്യക്തി. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകളായിട്ട് വഴക്കടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, അത് ആ വ്യക്തിക്ക് ബന്ധമുള്ള, മറ്റു തരത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധമുള്ള ഒരുപാട് ആളുകൾക്കെതിരെ, അവരുടെ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ തീരുമാനം ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു, നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് നൽകിയ ഒരു ഹോണറാണ്, വിലയാണ്, ബഹുമാനമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അത് നിങ്ങൾക്ക് വേണ്ടി പ്രാപ്യമാക്കിയത്, നിങ്ങൾക്ക് വേണ്ടി അത് ലഭ്യമാക്കിയത് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും. കാരണം അത്രത്തോളം സ്നേഹം ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അടുത്തതായിട്ട് റോസ് നിറത്തിലുള്ള റോസാ പുഷ്പം പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ കാര്യം അത് സാധിച്ചെടുക്കുന്നതിന്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ആ വ്യക്തി എന്ത് അഭിപ്രായ പ്രകടനമാണ് നിങ്ങൾക്ക് നൽകിയത്, അല്ലെങ്കിൽ നൽകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് പറയുന്ന ആ ഒരു കാര്യം ആ വ്യക്തി പോസിറ്റീവായിട്ട് എടുക്കുമോ, അത് നെഗറ്റീവായിട്ട് എടുക്കുമോ, അതിന് അനുമതി നൽകുമോ, അല്ലെങ്കിൽ അത് അംഗീകരിക്കുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്.
തീർച്ചയായിട്ടും ആ വ്യക്തി അതിന് അനുമതി നൽകും. കാരണം ആ വ്യക്തി നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ആ വ്യക്തി മറ്റൊന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ആ വ്യക്തിയുടെ ഒപ്പമുള്ളവർ എതിർക്കുന്നുണ്ടോ ഇല്ലയോ അതൊന്നും ആ വ്യക്തിയെ സംബന്ധിച്ചൊരു വിഷയമല്ല. ആ വ്യക്തി അതിന് പ്രാധാന്യം നൽകുന്നില്ല. നിങ്ങളോടുള്ള ഇഷ്ടം മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ. അത് മാത്രമേ ആ വ്യക്തി കൈകാര്യം ചെയ്യുന്നുള്ളൂ. ആ വ്യക്തി അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റതൊന്നും, മറിച്ചുള്ള ഒരു ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിലില്ല. ആ വ്യക്തി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നേടിത്തരാൻ മാത്രം ആ വ്യക്തി ചിന്തിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്ത ആ വ്യക്തിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആയതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നു, ആ കാര്യത്തിന് വേണ്ടി ആ വ്യക്തി നിലകൊള്ളുന്നു. അല്ലാതെ ഇനി ഏതെങ്കിലും മറിച്ചൊരു ചിന്ത ആ വ്യക്തിയുടെ ഇല്ല. അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് അടുത്തുള്ള ആളുകൾ എന്ത് നിലപാട് സ്വീകരിക്കും അത് ആ വ്യക്തി പരിഗണിക്കുന്നില്ല. ആ വ്യക്തി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഏറ്റവും ശക്തമായ ഒരു നിലപാട്. കാരണം ആ വ്യക്തി നിങ്ങൾക്ക് മനസ്സ് തന്നിരിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളുടെ അഭിപ്രായം എടുക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായം എടുക്കാൻ ആഗ്രഹിക്കുകയോ ആ വ്യക്തി ചെയ്യുന്നില്ല. കേവലം നിങ്ങളെ മാത്രം കുറിച്ച് ചിന്തിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം ചിലപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശല്യങ്ങൾ ഉണ്ടാക്കാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കും നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾ എന്ത് പറയുന്നുവോ അത് നേടിത്തരിക, നിങ്ങളെന്ത് ആവശ്യപ്പെടുന്നുവോ അത് ലഭ്യമാക്കി തരിക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയ്ക്കോ ഒരു ഇഷ്ടങ്ങളോ ആ വ്യക്തി മുന്നോട്ട് വെക്കുന്നില്ല. എല്ലാം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ നിലപാടില്ല. മുൻപ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളുണ്ടായിരുന്നു, അനിഷ്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി അതെല്ലാം വിട്ടുകളഞ്ഞിരിക്കുന്നു. കേവലം നിങ്ങളെ ഇഷ്ടപ്പെട്ട്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളുമായിട്ടുള്ളൊരു പ്രണയത്തിൽ ചുരുണ്ടുകൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നിലേക്കും പോകാത്തൊരു മനസ്സായിട്ട് ആ വ്യക്തി മാറിയിരിക്കുന്നു. ആ വ്യക്തിക്കറിയാം നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്, നിങ്ങളാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ പരിഗണിക്കുന്നത്. നിങ്ങൾക്കപ്പുറത്തേക്ക് ഇനിയൊരു ലക്ഷ്യം ആ വ്യക്തിക്കില്ല. അങ്ങനെ ഒന്നിനെ തേടി പോകേണ്ട കാര്യം ആ വ്യക്തിക്കില്ല. ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം എല്ലാത്തിലും ഉപരിയായിട്ട് നിങ്ങൾ ആത്യന്തികമായിട്ട് നിൽക്കുന്നു. അതിനിടയിൽ മറ്റൊരാളെക്കുറിച്ചോ മറ്റൊരു ഓപ്ഷനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നൊരു കാര്യം ആ വ്യക്തിക്ക് നേടിത്തന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ഭാവിയിൽ ആ വ്യക്തിക്ക് ദൂഷ്യമുണ്ടാകുമെന്നോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കേവലം നിങ്ങളെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്നു, നിങ്ങൾ പറയുന്നത് നടപ്പിലാക്കുന്നു, വീണ്ടും വീണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്കൊരു ചിന്തയില്ല. അത്രത്തോളം ഡെപ്തായിട്ട് നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യവും അതിൻ്റെ വരും വരായിക പോലും നോക്കാതെ കണ്ണടച്ച ആ വ്യക്തി വിശ്വസിക്കുന്നു, കണ്ണടച്ച് പ്രവർത്തിക്കുന്നു. ഒന്നും ആ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ അർപ്പിച്ചൊരു വിശ്വാസമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി ഒരു നേട്ടത്തെക്കുറിച്ചോ ഒരു നിലനിൽപ്പിനെക്കുറിച്ചോ ഒരു ഇഷ്ടത്തെക്കുറിച്ചോ പോലും ചിന്തിക്കുന്നില്ല. അതാണ് ആ വ്യക്തിയുടെ അവസ്ഥ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.